എവിടെ പോണ്? മോതിരം മാറ്റിയെടുക്കാൻ പോവാ. ഇനിയിപ്പോ നിന്റെ കയ്യിൽ എവിടെ മോതിരം ഇടാനാ? മൊത്തം വിരലിലും മോതിരാണല്ലോ. മോതിരം എടുക്കാനല്ല, ഒരു ഒടിഞ്ഞ മോതിരം ഇരിപ്പില്ലേ, അത് മാറ്റിയിട്ട് ഒരു കമ്മൽ എടുക്കാൻ. എന്ത്? ഒരു ഒടിഞ്ഞ മോതിരം ഇരിപ്പില്ലേ, അത് മാറ്റിയിട്ട് ഒരു കമ്മൽ എടുക്കാൻ. പൈസ എവിടുന്ന് കിട്ടി? ഇപ്പൊ അച്ഛൻ അക്കൗണ്ടിലോട്ട് കുറച്ച് കാശിട്ട് വന്നു. അത് ശരി. എവിടുന്നാ മേടിക്കണേ? ഇത് ഏട്ടന് പരിചയമുള്ള ഏതൊരു ജ്വല്ലറിന്ന്. ഒരു പവന്റെയാ? ഒരു പവനൊന്നുമില്ല, ഒരു അരപ്പവൻ. വേറെ പൈസ ഒന്നും തന്നില്ലേ അച്ഛൻ? എത്ര ഇട്ടേന്ന് അറിയത്തില്ല, അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കണം പോയി. വേഗം വരുവോ? എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ വരും. പക്ഷെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞ് ഊണും കൂടെ കഴിച്ചിട്ട് വരാന്ന് പുറത്തുനിന്ന്. അവനപ്പൊ പോയില്ലേ ഇന്ന്? അവൻ വരുന്നുണ്ടോ? കുറച്ച് താമസിച്ച് പോയാ മതി. പോയിട്ടില്ല. നിങ്ങൾ പോയിട്ട് വാ. സ്ത്രീകളുടെ സൈക്കോളജി അത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നേക്കാണ്. അവള് വഴക്ക് പറഞ്ഞു പിണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കരയല്ലേ? ഈ പെണ്ണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു സാരിയൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഇച്ചിരി കടലിൻ്റെ കരയെ കൂടെ കൊണ്ടുപോയി കാറ്റൊക്കെ കൊള്ളിക്കുക. അപ്പം തീരാവുന്ന പിണക്കമല്ലേ ഉള്ളൂ ഈ പെണ്ണുങ്ങളുടേത്. വേണ്ട വേണ്ട, നീ പാർട്ടി ഓഫീസിൽ ഇന്നും നാളെയും വരണ്ട. ഇത് എന്ത് പഠിക്കുന്നടാ ഇതൊക്കെ? ഇതൊക്കെ ഇവരെയൊക്കെ നമ്പർ തന്നെയാണ് ഇതെല്ലാം പതിവായിട്ട്. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അത്രേ ഉള്ളൂ. അതിന് തീരാവുന്നതാ. നീ കൊണ്ടുപോയി ഇനി ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ പറയില്ല, നീ എവിടെയെങ്കിലും കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കേ. നീ റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞു തരണോ? വെച്ചേരെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഗ്യാസിൻ്റെ ഗുളികയും കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം എടുത്ത് ഏതെങ്കാം. അതെ, അല്ല കേൾവിശേഷി നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എപ്പോഴും. പോയി എടുത്ത് തിന്നെ. ഞാൻ നിർത്തിയ പരിപാടിയൊക്കെ. ഇതൊന്നും അങ്ങനെ അല്ലല്ലോ. ഇനി മുതൽ ഇങ്ങനെയാ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി തന്നില്ലേ? എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. അതെന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് കണ്ണി കണ്ടവന്റെ ഭാര്യനെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഭയങ്കര മതിപ്പായി പോയി. നിനക്ക് എന്താണ് ഇപ്പോൾ ഒരു കുറവ്? ഞാൻ രാജകുമാരനെ പോലെ ഇരിക്കുകയാണല്ലോ. കാണാൻ തന്നെ രാജകുമാരിയെ പോലെ അല്ലേ? ഓരോ പെണ്ണുങ്ങൾ മുട്ടറ്റം വളമായിട്ടുണ്ട് നടക്കുക. ഇത് കണ്ടോ? എന്തോന്നടി ഇത്? വളയാണോ നിന്റെ പ്രശ്നം? എന്റെ കർത്താവ്, ഇതെന്തൊരു മുതൽ! ഇതിന്റെ സൈക്കോളജി എനിക്ക് ഇത്രയും വർഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. നാത്തൂനെ, നാത്തൂനെ, നാത്തൂനെ. ചത്തു. അല്ലോ, എന്ത് ചെയ്യുവാ? എന്ത് ചെയ്യുവാന്ന്? വിറക് ശരിയാക്കണ. ആണോ? അവനെന്തേ? ഏറ്റവും അങ്ങോട്ട് പോയി. നിന്റെ കഴുത്തിന് എന്ത് പറ്റി? കഴുത്തൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ട്? എന്ത്? ഇത് മേടിക്കാനാ ഇപ്പൊ ചാടിത്തുള്ളി പോയത്. എന്തോന്നത്? എന്താ എന്താ കുഴപ്പമെന്തോ? കടുക് ഇതിനെക്കാളും വലുതായിരിക്കുമല്ലോ. ഏട്ടൻ പറഞ്ഞതാ വലുതെടുക്കാനായിട്ട്. ഞാനാ പറഞ്ഞ ചെറുതെടുത്താൽ മതി, ചെറുതാ ഫാഷൻ എന്ന്. ഇതാ ഇപ്പത്തെ ഫാഷൻ. നോക്കിക്കേ, ഡിസൈൻ ഒന്ന് നോക്ക്. ഭയങ്കരമായി പോയി. എന്റെ ഒക്കെ കുഞ്ഞിലേ കാണുന്നതായി ഫാഷൻ. എങ്ങനെ ഉണ്ടെന്ന് പറ. കൊള്ളൂല്ല, നിനക്ക് ചേരണില്ല മോളെ. ഇത് കുശുമ്പ. ഇങ്ങോട്ട് പിന്നെ അല്ലല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വരുവാ. ഭാര്യക്ക് മേടിച്ചെടുത്ത കമ്മല് കൊള്ളാട്ടോ. അതിന് അച്ഛൻ തന്നാന്നല്ലോ. നോണയൊന്നും വേണ്ടായിരുന്നു. നോണയൊന്നും അല്ല, അച്ഛൻ തന്നെയാ തന്നത്. ഇത് കുശുമ്പ തന്നെയാ നാത്തൂനെ. കുശുമ്പ എടുക്കാൻ ഭയങ്കര സാധനല്ലേ, സ്വർണ്ണക്കട്ടിയല്ലേ. പിന്നെ